ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം മാറ്റൊലിക്ക് തിരിതെളിഞ്ഞു. സിനിമാ സീരിയൽ മിമിക്രി കലാകാരനും നാടക സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീവേഷ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവ വേദികളിൽ പങ്കെടുത്ത അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശ്രീവേഷ്കർ കുട്ടികളുമായി സംവദിച്ചു. ശബ്ദാനുകരണ കലാകാരൻ കൂടിയായ ശ്രീവേഷ്കർ നടത്തിയ ശബ്ദാനുകരണം സദസ്സിന്റെ നിറഞ്ഞ കയ്യടി നേടി. ദീർഘമായിട്ട് വലിയ പ്രസംഗവും പറയുന്ന ആളല്ല. നിങ്ങളെപ്പോലെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ വേദികളിൽ ഒന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ കയറി നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോകുന്ന ആ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മൈക്കിന്റെ മുമ്പിൽ ഒരു സ്വഭാവം ഇല്ലാതെ വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ വലിയ പ്രസംഗമൊന്നും നടത്താൻ എനിക്കറിയില്ല. അപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മുടെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. എല്ലാവരും അപ്പോ അതിന്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്കൂളിൽ ഇന്ന് ഇവിടെ മാറ്റൊലി എന്ന് പറയുന്ന ഈ സ്കൂൾ കലോത്സവം. ഇവിടുന്ന് നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമ്മൾ മത്സരിച്ച് വിജയിച്ച് പിന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടി സബ് ജില്ലയിൽ മത്സരിക്കും. അതിനുശേഷം സബ് ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ ജില്ലയിൽ മത്സരിക്കും. പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ ബാക്കി 13 ജില്ലകളോട് ഏറ്റുപോകും. അപ്പോൾ പഠനത്തോടൊപ്പം ഈ ഒരു ഈ കലോത്സവം വിഷയത്തിലെ ഏറ്റവും വലിയ കലോത്സവം. അപ്പോൾ നമ്മൾ ഈ മത്സരം എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള നല്ല മത്സരങ്ങളായിരുന്നു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് ചടങ്ങിന് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ സജീവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ജോഷി, PTA പ്രസിഡന്റ് മാത്തുക്കുട്ടി, അലക്സ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കലോത്സവം കമ്മിറ്റി കൺവീനർ ജ്യോതിസ് ജോസ് നന്ദി പറഞ്ഞു. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഹൗസ് അടിസ്ഥാനത്തിൽ കൊച്ചു കലാകാരന്മാർ വേദിയിൽ മാറ്റുരച്ചത് സദസ്സിന് കൊഴുപ്പേകി. പക്ഷെ അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളിലുള്ള മറ്റ് കായികപരമായിട്ടും കലാപരമായിട്ടുള്ള വാസനകളെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ദൈവം അവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള കലകൾ കൊണ്ട് അവനുണ്ട്. അത് അന്തർലീനമായി കിടക്കുകയാണ്. ഈ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് ഇത്തരത്തിലുള്ള കലാപരമായ വാസനകളെ, കായികപരമായ വാസനകളെ അതിനെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ആ തരത്തിലൂടെ ഒരു കുഞ്ഞിനെ മികവുറ്റതാക്കി തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്കൂളിലെല്ലാം ഇത്തരത്തില് 1-2 ദിവസത്തേക്കുള്ള യൂത്ത് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നത്. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS സ്കൂളിൽ പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.